بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഇസ്ലാഹി സെൻ്ററിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയം നിറഞ്ഞവരെ, നാളെ പാരത്രിക ലോകത്ത് ഏറ്റവും അർഹമാക്കപ്പെട്ട സമയത്ത് ഒരുമിച്ച് കൂടിയതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിപ്പിക്കുമാറാകട്ടെ. ആമുഖ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ഹിദായ ദഅവാ സെൻ്ററിൻ്റെ വെള്ളിയാഴ്ചകളിൽ നടന്നു വരുന്ന ഈസ മസ്ജിദിലെ പഠന ക്ലാസ് ഇന്നത്തോടുകൂടി ഇൻഷാ അള്ളാഹ് ഈ സെൻ്ററിലേക്ക് ചില സൗകര്യങ്ങൾ കാരണം കൊണ്ട് മാറുകയാണ്. ഇനിയുള്ള വെള്ളിയാഴ്ചകളിൽ 8 മണിക്ക് ആരംഭിച്ച് 9 മണിക്ക് അവസാനിക്കുന്ന ആ പള്ളിയിലെ ക്ലാസ് അത് അതേ സമയത്ത് തന്നെ 8 മണിക്ക് ആരംഭിച്ച് 9 മണിക്ക് അവസാനിപ്പിക്കുന്ന നിലക്ക് ഇവിടെ തുടരുന്നതായിരിക്കും. അതിൻ്റെ ഒരു തുടക്കമെന്നോണമാണ് നിങ്ങൾ ഇവിടെ കേട്ടതുപോലെ ഇവിടെ വ്യാഴാഴ്ചകളിൽ നടന്നു വരുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് സൗദി അറേബ്യയിൽ മൊത്തത്തിൽ അതിൻ്റെ പരീക്ഷ നടന്ന് അതിൽ ഈ സെൻ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി അതുപോലെ തന്നെ റാങ്ക് എന്ന പരിഗണനയിലേക്ക് ഉൾപ്പെട്ട ആളുകൾക്കുള്ള സമ്മാനങ്ങളും ഒപ്പം ഈ പ്രോഗ്രാമിലേക്ക് എത്തിയ ആളുകളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കുള്ള സമ്മാനങ്ങളും ഇൻഷാ അല്ലാഹ് ദഅവ സെൻ്ററിൻ്റെ മേധാവി ഷെയ്ഖ് ഹുസൈൻ അൽ ഹസൻ അഷ്ഷഹിരി അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. അദ്ദേഹം അത് നിർവഹിക്കും. ഏതാനും ചില കാര്യങ്ങൾ അറിയുന്നത് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ സന്തോഷമുണ്ടെങ്കിലും ഒരു മുസ്ലിമിനെ വേദനിക്കുന്നു എന്ന വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അസ്വസ്ഥരാകുന്നതാണ്. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ആദ്യ സമയങ്ങളെപ്പോലെയല്ല ഇന്ന്. മുസ്ലിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തുടച്ചു മാറ്റപ്പെടുന്ന നിലക്ക് ആ മുസ്ലിങ്ങൾ ഇവിടെ ഈ രാജ്യത്ത് ഇല്ല എന്ന് പറയുമാറ് സഹോദരങ്ങളെ ആട്ടിയോടിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ പല രാജ്യങ്ങളും പല സമൂഹത്തിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. റോഹിംഗ്യ മുസ്ലിങ്ങളെപ്പറ്റി കേൾക്കാത്ത ഒരാളും ഇന്നില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ സഅദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക ദഅവത്ത് എത്തിയ ഒരു പ്രദേശമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ ഒരു രാജ്യം, ഇങ്ങനെ ഒരു മുസ്ലിം സമൂഹം ഇവിടെ ജീവിച്ചിട്ടേ ഇല്ല എന്ന് വരും തലമുറകൾക്ക് ഇങ്ങനെ ഒരു സമൂഹത്തെപ്പറ്റി അറിയുക പോലുമില്ലാത്ത നിലക്ക് തുടച്ചു നീക്കലിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണൊരു രാജ്യം. നമ്മളെപ്പോലെ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന മുസ്ലിമായി എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു രാജ്യത്ത് നിന്ന് പലായനം ചെയ്യുമ്പോൾ അവർക്കും ആവശ്യമില്ലാത്ത നിലക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ആളുകൾ പോലും നിയമത്തിന് വിരുദ്ധമായിട്ട് ആ രാജ്യം ഒന്നും ആ സമൂഹത്തോട് ചെയ്തില്ല എന്ന് എഴുതി വെക്കാൻ മാത്രം ലോകം മുഴുവനും പ്രിയപ്പെട്ടവരെ ഈ നിലക്കുള്ള കിരാതകൃത്യങ്ങൾക്ക് മൗനം അവലംബിച്ചു കൊണ്ടേയിരിക്കുന്നു. കഠിനമായ വിശപ്പിലും പട്ടിണിയിലും നിർഭയത്വം പോലുമില്ലാതെ ഈ രാജ്യത്തിൻ്റെ തൊട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഖുർആനിൽ അതല്ലെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നാം ഷ്യാം എന്ന് അറിയപ്പെടുന്ന നിലക്ക് ഏറ്റവും നല്ലൊരു നാടായ സിറിയൻ പ്രദേശം ഇന്ന് നമ്മളെപ്പോലെയുള്ള മുസ്ലിങ്ങൾ നാം സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുമ്പോൾ, നേരം വെളുത്ത് നോക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരല്പസമയം കഴിയുമ്പോൾ ഉമ്മയെ നഷ്ടപ്പെടുന്ന, ബാപ്പയെ നഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ. ഒരു സമയത്ത് ഫലസ്തീനിൻ്റെ വാർത്തകൾ മാത്രമായിരുന്നു നമ്മുടെ മുമ്പിലേക്ക്. ഇന്ന് അതൊന്നും എവിടെയും അല്ലാത്ത നിലക്ക് ലോകത്തെവിടെയും മുസ്ലിമീങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് പോലും ആരാണ് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്? അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മതപ്രബോധനമെന്ന ഒരു വിഷയം അത് ഒരു തീവ്രവാദ പ്രവർത്തനമായി ഗണിക്കപ്പെടുന്ന നിലയിലേക്ക് മാധ്യമങ്ങളും അതല്ലെങ്കിൽ ഇന്നിൻ്റെ മീഡിയകൾ ആർക്ക് വേണ്ടിയാണോ ആരുടെ തൃപ്തിയാണോ ആഗ്രഹിക്കുന്നത് ആ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ചിലരെ ഉന്നം വെച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളൊക്കെ കരുതുന്നു അത് ആ രാജ്യത്തല്ലേ, ഇത് ഇന്ന സ്ഥലങ്ങളിലല്ലേ, നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇന്ന വ്യക്തികളിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ലേ എന്നതാണ് പലപ്പോഴും നമ്മുടെ മിഥ്യാധാരണ. അല്ല, ഒരിക്കലുമല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒതുക്കി നിർത്തുകയല്ല, മറിച്ച് ലോകത്ത് പ്രഥമ മതത്തിൻ്റെ സ്ഥാനത്തേക്ക് കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥത്തിൻ്റെ വക്താക്കൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രബോധന പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് എല്ലാ നിലക്കും അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന, അത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതം, ആ മതമനുസരിച്ച് ജീവിക്കുന്ന ആരൊക്കെയുണ്ടോ, ആ മതത്തിൻ്റെ കൃത്യമായ ചട്ടക്കൂടിൽ ഒതുങ്ങി ജീവിക്കുന്ന ആരൊക്കെയുണ്ടോ ആ ആളുകളെ ഇന്ന് ലോകത്തിന് ആവശ്യമില്ല. അവരെ എങ്ങനെയെങ്കിലും ഇളക്കിവിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി ഈ മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റുകയാണ് ലക്ഷ്യം. പക്ഷേ അള്ളാഹുവിൻ്റെ കലാം യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ് വല്ലാഹു മുത്തിമ്മു നൂരി. ചില ആളുകളൊക്കെ വിചാരിക്കുന്നു ലിയുത്ഫിഉ നൂറല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്നവർ വിചാരിക്കുന്നു, വ്യാമോഹിക്കുകയാണത്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രകാശം അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. രാവും പകലും കഴിഞ്ഞു പോകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലോകത്തെവിടെയൊക്കെ വീടുകളുണ്ടോ മലമുകളിൽ കെട്ടിയ കുടിലുകളുടെ ഉള്ളിലേക്ക് പോലും ഈ ഇസ്ലാമിൻ്റെ പ്രഭയെത്താതെ ഈ ലോകത്തിന് ഒരു നാശം സംഭവിക്കില്ല. എല്ലാ സ്ഥലത്തേക്കും ഇസ്ലാമിൻ്റെ സന്ദേശമെത്തും. ലോകം മുഴുവനും ഈ സന്ദേശമെത്താതെ ഇത് അവസാനിക്കുന്നതല്ല. പക്ഷേ സഹോദരങ്ങളെ, ഏത് സമയത്തും നമ്മുടെ പ്രാർത്ഥന ആ നിലക്കായിരിക്കണം. ലോകത്തെവിടെയെങ്കിലും ഒരു മുസൽമാന് വേദനിക്കുമ്പോൾ നമ്മുടെ മനസ്സും വേദനിച്ചു കൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് നമ്മളെ പഠിപ്പിച്ചത്. മുസ്ലിമീങ്ങളുടെ ഉദാഹരണമെന്ന് പറയുന്നത് ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ളുഹും ബഅ്ള, ചിലതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അഥവാ ഒരു കെട്ടിടമുണ്ടാക്കുമ്പോൾ ഇഷ്ടികക്കട്ടകൾ വെക്കുന്നത് കാണാറില്ലേ നമ്മൾ? ഒന്നിളകിയാൽ അത് മറ്റൊന്നിനെ ബാധിക്കും. ഒരിഷ്ടികക്കല്ല് മറ്റൊന്നിനെ ബലപ്പെടുത്തുന്നതാണ്. ഒരൊറ്റ ശരീരം പോലെയാണ്. ആ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരവയവത്തിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ ആ ശരീരത്തിൽ, ആ മനുഷ്യൻ്റെ ശരീരത്തിലെ കാൽവിരലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു മുറിവ് പറ്റിയാൽ ശരീരം
ഉറക്കൊഴിവാക്കിക്കൊണ്ടും പനി ബാധിച്ചുകൊണ്ടും ആ മുറിയോട് ഒരു ഐക്യദാർഢ്യം കാണിക്കുന്നത് പോലെ ലോകത്തേത് മുസൽമാൻ്റെ വേദനയും നമ്മുടെ വേദനയായിട്ടെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. സർവശക്തനായ അള്ളാഹുവോട് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, റബ്ബിനോട് മാത്രമേ പറയാനുള്ളൂ സഹോദരങ്ങളെ. വമക്കറു മക്കറുല്ലാ, അവർ കുതന്ത്രം കാണിക്കുന്നു, അള്ളയും തന്ത്രം കാണിക്കുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ തന്ത്രം വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹുവിൻ്റെ തന്ത്രമെന്ന് പറയുന്നത് അത് ഏറ്റവും തന്ത്രശാലികളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് അത് അള്ളാഹ് തന്നെയാണ്. ഇസ്ലാമിനെതിരെ, ഈ മതത്തിനെതിരെ, പടച്ചറബിൻ്റെ ദീനിനെതിരെ ആരെങ്കിലും എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് അള്ളയായിരിക്കും, മറുഭാഗത്ത് ശത്രുക്കളായിരിക്കും. ആര് വിജയിക്കുമെന്ന് മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. അള്ളാഹുവിൻ്റെ ഹിക്മത്താണിത്. പ്രയാസങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഈ സമയങ്ങൾ വരുമ്പോൾ നമ്മളും അതുപോലെ വൈകാരികൾക്ക് പകരം വൈകാരിക തലത്തിലേക്ക് മാറാതെ മറിച്ച് ഇതെൻ്റെ റബ്ബ് എന്നെയും പരീക്ഷിക്കുകയാണ് എന്ന ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനമായ ആയുധമായ പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ ഏത് സമയത്തെയും നമ്മുടെ മുതലായിട്ടുണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, നിർഭയത്വമില്ലാത്ത ആളുകൾക്ക് നിർഭയത്വത്തിന് വേണ്ടി, മരണപ്പെടുന്ന ആളുകൾ ശുഹദാക്കളായി മാറാൻ വേണ്ടി, രോഗികൾക്ക് ശമനം നൽകാൻ വേണ്ടി, ശത്രുക്കളുടെ മനസ്സിനെ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശത്തിലേക്ക് ഇണങ്ങാൻ വേണ്ടി, ശത്രുവിൻ്റെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, അള്ളയാണ് പറയുന്നത് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്. എന്തിനാ? അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. അള്ളയോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹ് ഉത്തരം തരും. ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണ് സ്ഥലത്തില്ലാത്ത വ്യക്തിക്ക് വേണ്ടി, ബിളഹരിൽ ഗൈബ്, സ്ഥലത്തില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നാം ദുആ ചെയ്യുകയാണ്, മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി, സ്ഥലത്തില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയും വലക ബിമിസ്ലിക്, എന്താണോ നീ ദുആ ചെയ്യുന്നത് അത് നിനക്കുമുണ്ടാകട്ടെ. അവർക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹ് നിനക്കാണ് സമാധാനം നൽകുന്നത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നീ ദുആ ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടിയും മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, വലക ബിമിസ്ലിക്, നിനക്കും അതുപോലെ തന്നെ ഉണ്ടാകട്ടെ എന്ന ഈ പ്രാർത്ഥന, റബ്ബിനോട് ദുആ ചെയ്യുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. സഹോദരന്മാരെ, ഞാൻ ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് ഹുസൈൻ അൽ ഹസൻ അഷ്ശഹരിയുടെ നമ്മളുമായിട്ട് ചില കാര്യങ്ങൾ, ദഅവ രംഗത്ത് നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം നമ്മളുമായി പങ്കുവെക്കും. ആ സമയത്ത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ശേഷം എൻ്റെ വിഷയം ഞാൻ പൂർത്തീകരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഏറ്റവും നമ്മളുമായി ഇടപഴകി ജീവിക്കുമ്പോൾ മലയാള വിഭാഗത്തിന് എല്ലാ നിലക്കുള്ള സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ജാലിയാത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കാൻ ഇദ്ദേഹം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് പ്രതിഫലം നൽകുമാറാകട്ടെ. യുറഹിബുക്കും ബിൽ മക്തബു തആവനി ലിദ്ദഅവതി വൽ ഇർഷാദ് വതൗഇയത്തുൽ ജാലിയാത്ത് ബിൽ ഖബർ ബിഹാദിഹിൽ ജൽസത്തിൽ മൈമൂന വനുറഹിബുക്കും ഷെയ്ഖ് حسين الحسن الشهري مدير إدارة توعية الجاليات لإلقاء الكلمة المناسبة الدعوية فليتفضل مشكورا. اللهم صل على محمد. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. في الحقيقة يعني يتقدم بالشكر الجزيل للشيخ أجمل والشيخ سليم، بارك الله فيهم على هذه الجهود المباركة. أشكر كذلك الجالية المليبارية على ما شاء الله تبارك الله حسن تنظيمهم في الحقيقة، أيضا التزامهم بحضور هذه الدروس التي في الحقيقة الإنسان يعني يعمل في هذا الأسبوع، وفي الغالب آخر الأسبوع يتفرغ للراحة ويتفرغ لأسرته وعائلته، ولكن الجميل جدا أن يكون عند الإنسان وقت لطلب العلم الشرعي. هذا في الحقيقة شيء يعني يفخر به الإنسان.
يعني يقول النبي صلى الله عليه وسلم: من سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. الإنسان إذا فرغ وقته لطلب العلم، هذا سبحان الله طريق يوصله إلى جنة الفردوس بإذن الله جل وعلا. وأيضا يقول النبي صلى الله عليه وسلم بمعنى الحديث أن الحيتان في البحار والأشجار والأحجار لتصلي على معلم الناس الخير. فأنتم الآن حينما يعني تتعلمون هذا العلم الشرعي، أنتم يعني تنقلون هذا العلم لأبنائكم ولأبناء حيكم ولجيرانكم، أنتم تنالون هذا الأجر العظيم. أيضا الإنسان حينما يفرغ هذا الوقت، فإن الوقت هذا محسوب له عند الله جل وعلا يوم القيامة. الإنسان يحرص على أن يرفع الجهل على نفسه، لأن هذه العبادة إذا لم تكن على نور وعلى بصيرة فإنها غير مقبولة. ولذلك نجد يعني كثير من الناس أصحاب بدع، سبحان الله، ربما يعملون أعمال أكثر مما نعمل نحن، وربما يفرغون من الأوقات، وربما أنهم يتقربون إلى الله عز وجل بأعمال كبيرة جدا، ولكنها غير مقبولة. لماذا؟ لأنها لم تكن على منهج وسنة نبينا محمد صلى الله عليه وسلم. فالإنسان سبحان الله يرفع عن نفسه الجهل. أنتم ربما في الهند ونحن هنا في السعودية وكثير من يعني بلدان العالم نجد سبحان الله كثير من أهل البدع وأهل الخرافات. لماذا؟ لأنهم عبد الله على غير علم، على جهل. ولذلك تجدهم سبحان الله يعني يفرغون كثير من أوقاتهم، وأيضا يعبدون الله بالساعات ويقومون ربما الليل وهكذا، ولكن هذا لا يقبل منهم. لماذا؟ لأنه على غير ما جاء به هدي المصطفى صلى الله عليه وسلم. أنا في الحقيقة أشكر الجميع وأشكركم، لا أريد أن أخذ وقتكم، ولكن يعني كثير من الجاليات عندنا في المكتب، الجالية الأوردية والبنغالية والكيرلا كذلك والسنهالي والتاميلي والإنجليزي كذلك، كلهم مجتهدون، ولكن حقيقة لا أقول هذا أمامكم، أجد تميز وانضباط في الجالية الكيرلا المليبارية. هذا أمر نحن نفخر فيه حقيقة. وأيضا حرصكم في الحقيقة على يعني عوائلكم وأبنائكم أن يكونوا في يعني معكم في طلب العلم، هذا أمر يعني نفخر فيه. الشيخ سليم والأخوان المتعاونون معه يعني حرصوا على وجود هذا المكان، وهذا المكان صحيح أنه مناسب، ولكن ننتظر أن يكون تحت مظلة رسمية بإذن الله خلال الأشهر القادمة بإذن الله جل وعلا. بارك الله فيكم جميعا، وأسأل الله جل وعلا أن كما جمعنا في هذه الدنيا أن يجمعنا في مستقر رحمته في الفردوس الأعلى بإذن الله سبحانه وتعالى. نحن سبحان الله في هذه الأرض وفي هذه الدنيا هدفنا واحد: كيف يرضى الله عز وجل عنا. كل الإنسان سبحان الله يبذل في هذه الحياة ويجتهد، هدفه ومقصوده أن الله يرضى عنه، أن ينال جنة الفردوس، أن يكون مع النبيين والصديقين والشهداء وحسن أولئك رفيقا. الجميع يجتهد في الحقيقة في هذه الحياة حتى يأتي سبحان الله يعني ملك الموت والختام ويأخذ روحه، ثم سبحان الله يقابل الله عز وجل، إن خيرا خيرا وإن شرا فشر. فجميعنا يجتهد، ولكن الذي يجتهد على نور وبصيرة هو الذي يفوز فوزا عظيما بإذن الله سبحانه وتعالى. بارك الله فيكم ونفع الله بكم وزادكم علما إلى علمكم، وأسأل الله جل وعلا أن تكونوا سفراء في بلدانكم. في الحقيقة لا ينتهي بالإنسان العمل في هذه البلاد المباركة، وإنما إذا عاد إلى بلده في وقت إجازته، إذا خرج خروجا نهائيا، يجب أن يعني ينشر ما تعلمه في هذه البلاد. نعم، يعني بلاد السعودية هي مهبط الوحي وفيها بلاد الحرمين، من الجيد جدا أن يكون الإنسان فيها يعني يتعلم العلم الشرعي حتى ينقله إلى بلاده. هذا أمر واجب، لأن نحن أمة بلاغ. يعني الإنسان حينما يتعلم هذا العلم ويعني يقتصر العلم على نفسه ما استفاد شيئا. صحيح أنه يعني رفع الجهل عن نفسه، ولكن وجب عليه حقيقة أن يعني يعلم من خلفه، سواء من أبنائه، من جيرانه، من الذين معه في العمل. هذا أمر واجب حتمي على جميع الإنسان، لأن الشخص ربما يجد يعني شخص على بدعة أو على ضلالة، يجب عليه
إذا كان يملك المعلومة أن يصحح هذا الخطأ عند غيره. هذا أمر واجب من الجميع، وأنا أتصور من يعني الإخوان جميعا أنهم إن شاء الله قائمون بهذا الدور. بارك الله فيكم، وأسأل الله أن ينفعنا جميعا، وصلى الله وسلم وبارك على نبينا محمد وصحبه أجمعين. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നിങ്ങളോട് സൂചിപ്പിച്ചത് ജീവിതത്തിൽ ഒരിക്കലും പ്രയാസപ്പെടുന്ന ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, അവരെ നമ്മുടെ ഒരു സമയത്തും മറക്കരുത് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിങ്കലേക്ക്, അള്ളാഹുവിന് തൃപ്തിയുള്ളവരായി എത്തുക എന്നുള്ളതാണ്. സുദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയം ഇനിയില്ല. നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചത് വൈകിട്ടാണെങ്കിലും പലർക്കും നാളെ ജോലിയുള്ളത് കൊണ്ട് കുറച്ച് സമയം മാത്രമാണ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ സൂചനകളായിട്ട് മാത്രം ഇനി നൽകാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവെ തൃപ്തിയുള്ളവരായിട്ട് കണ്ടുമുട്ടണമെങ്കിൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മറ്റൊരു ഹദീസിൽ കാണാം, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ, അതിലായിട്ടാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ. ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, ഖാലിസ മിൻ ഖൽബി, ആത്മാർത്ഥമായിട്ട് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ അവനാണ് സ്വർഗപ്രവേശനം, അവനാണ് എൻ്റെ ഷഫാഅത്തിന് അർഹനായിട്ടുള്ളവനെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരുപാട് ആളുകളെ നാം കാണാറുണ്ട്, പെട്ടെന്ന് മരണപ്പെടുന്നു, രോഗികളാകുന്നു. രോഗികളാകട്ടെ എത്രയോ കാലം ഹോസ്പിറ്റലുകളിലും ബെഡുകളിലും കിടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് മരിക്കുന്നു. എനിക്ക് സംഭവിച്ചാൽ, എൻ്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ നമുക്കതറിയാമല്ലോ, എപ്പോഴാണ് ഞാൻ മരിക്കുന്നത് എന്ന തീയതി കുറിച്ച് വെച്ചതിന് ശേഷമാണ് ഈ ഭൂമി നാം കാണുന്നത്. ഇവിടെ ജനിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ എൻ്റെ മരണത്തിൻ്റെ കൃത്യമായ സമയം, ദിവസം എല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അഹങ്കാരങ്ങളും നമ്മുടെ തോന്നിവാസങ്ങളും തെറ്റായ ചിന്തകളും ഈ മരണചിന്തയിൽ നിന്ന് നമ്മളെ എപ്പോഴും മാറ്റുകയാണ്. സഹോദരന്മാരെ, മദീനയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയുടെ ജനാസയുടെ കൂടെ പോയി. ആ ജനാസ ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്ന സമയം ഖബറിന് പണി പൂർത്തിയായിട്ടില്ല, അല്പം ബാക്കിയുണ്ട്. ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് സഹാബികളോട് പറയുന്നത്, ഇസ്തഇദ്ദു ലിമിസ്ലി ഹാദാ, സഹാബത്തെ ഒരുങ്ങിക്കോ, നിങ്ങളും ഇതുപോലെയാണ് നാളെ നിങ്ങളും, ഇതുപോലെയാണ് നാളെ നമ്മളും. അതിനുവേണ്ടി കൃത്യമായി ഒരുങ്ങിക്കോ. സദസ്സിലുള്ള ഓരോ സഹോദരനോടും സഹോദരിയോടും ആത്മാർത്ഥമായിട്ട് പറയാം, എത്രയാണ് നമ്മുടെ ആയുസ്സെന്ന് ഇനി അറിയില്ല, എത്ര കാലം ഈ ദുനിയാവിൽ ജീവിക്കുമെന്നറിയില്ല. ഇത്രയും കാലം നാം ജീവിച്ചിട്ട് അള്ളാഹു ഇത്രയും നമ്മൾക്ക് അവസരം തന്നിട്ട് പ്രിയപ്പെട്ടവരെ എന്ത് നേടി, എന്ത് അമൽ ചെയ്തു എന്ന് ഓരോരുത്തരും ഏറെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക, ഏറെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുക. അല്ലേ, എന്ത് അമലാണ് ഞാൻ ചെയ്തത്? എൻ്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന് അഥവാ നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുകൾ തലക്ക് ചുറ്റുഭാഗത്തും വന്നിരുന്ന് മലക്കുൽ മൗത്ത് ശരീരത്തിലേക്ക് പ്രവേശിച്ച്, സമാധാനമടഞ്ഞ ആത്മാവെ ഇർജിഇ ഇലാ റബ്ബിക് റാദിയത്തൻ മർദിയ, എൻ്റെ റബ്ബിങ്കലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് സമാധാനത്തോടു കൂടി അള്ളാഹുവിങ്കലേക്ക് വാ എന്ന്, അള്ളാഹുവിങ്കലേക്ക് മടങ്ങ് എന്ന് നമ്മളോട് അള്ളാഹുവിൻ്റെ മാലാഖമാർ പറയുമോ എന്ന് എൻ്റെ പ്രവർത്തനം നോക്കി എനിക്ക് പറയാൻ കഴിയണം. നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കി നമുക്ക് പറയാൻ സാധിക്കണം. അതുപോലെ തന്നെ ആ സമയത്ത് മുഖത്തും പുറത്തും പ്രഹരങ്ങളേറ്റുകൊണ്ട് ആ നിലയിലാണോ മരണം? പ്രിയപ്പെട്ടവരെ, എപ്പോഴും ചിന്തിക്കുക. ജനിച്ചുവല്ലോ, അതുകൊണ്ട് ഈ നിലക്ക് ഏതെങ്കിലും ഒരു നിലക്ക് മരിക്കാതെ ഒരാൾക്കും ഇവിടെ നിന്ന് രക്ഷയില്ല. വമാ തദ്രി നഫ്സും ബി ഐ അർളിൻ തമൂത്ത്, അതെവിടെയാണെന്ന് ഒരാൾക്കും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. നടു റോഡിലാണോ, അതല്ലെങ്കിൽ ഫ്ലൈറ്റിലാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലാണോ, അതല്ലെങ്കിൽ വീടുകളിലാണോ, ഏതൊക്കെ നിലക്കാണ്, ഏതൊക്കെ
ഏതൊക്കെ നിലക്കുള്ള ആളുകളുടെ മരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു അല്ലേ? എൻ്റെതും കൃത്യമായി തീയതി കുറിക്കപ്പെട്ട് കഴിഞ്ഞു. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. മരണം നമ്മളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു മിനിറ്റ് പോലും മുമ്പിലോ ശേഷമോ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിക്കുക. എനിക്കെത്ര വയസ്സായി അല്ലേ? 40 കഴിഞ്ഞവർ, 45ആയവർ, അതിനേക്കപ്പുറത്തേക്കെത്തിയവർ, നമ്മുടെ ചിന്തയും ടെൻഷനുമൊക്കെ ഇവിടെ ജീവിക്കുന്നതിൽ നിന്ന് ഇനി ഇത്രയല്ലേ ഉള്ളൂ. സുഖങ്ങൾ കുറഞ്ഞു പോകുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് ഡോക്ടർമാർ വിലക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഓരോ വർഷങ്ങളും കഴിയുമ്പോൾ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ, പുതിയ വർഷത്തെ സ്വീകരിക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്ന, ആ സന്തോഷം കൈമാറിക്കൊണ്ടിരിക്കുന്ന നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല, എൻ്റെ ഖബറിലേക്ക് ഒരു വർഷത്തിൽ നിന്ന് ഞാൻ അടുത്തു കഴിഞ്ഞു, ഇത്ര കൂടി അടുത്തു കഴിഞ്ഞു, എൻ്റെ ആയുസ് അതിൽ നിന്നൊരു വർഷം ചുരുങ്ങിപ്പോയി, ഇനി ഇത്രയേ ഖബറിലേക്കുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരാശരി പറഞ്ഞത് മാ ബൈന 60 വ 70, 60നും 70നും ഇടയിലാണ്. 40 കഴിഞ്ഞവർ ചിന്തിക്കട്ടെ അല്ലേ? പകുതി കഴിഞ്ഞു, അത്രയേ ബാക്കിയുള്ളൂ. 30 കഴിഞ്ഞവർ പകുതി കഴിഞ്ഞു. ഇനി കിട്ടുന്നതൊക്കെ പിന്നോട്ടിങ്ങനെ ആ യുവത്വത്തിൽ നിന്ന് പോയി ഇനി വാർദ്ധക്യത്തിലേക്ക് എത്തി. ഇതുവരെ ചെയ്ത ഇബാദത്തുകൾ എങ്ങനെ കൃത്യമായി ചെയ്തോ ആ നിലയ്ക്ക് കൃത്യമായിട്ട് പോലും ചെയ്യുക സാധ്യമല്ലാത്ത നിലക്ക് നമ്മുടെ ആരോഗ്യം നമ്മുടെ പിന്നിലേക്ക് വലിക്കുന്ന സമയമാണത്. എന്ത് നേടിയിട്ടുണ്ട് നമ്മൾ? ഏത് സമയത്തും നമ്മൾ പറയുന്നു മാലി മാലി, എൻ്റെ പണം എൻ്റെ പണം. ഇതാണ് നമ്മുടെ ചിന്ത. എനിക്കെൻ്റെ ധനം വേണം, എൻ്റെ സമ്പത്ത് സുരക്ഷിതമായിരിക്കണം, ആളുകളുടെ മുമ്പിൽ ഞാൻ നല്ല പണക്കാരനായിരിക്കണം, സ്വാധീനമുള്ളവനായിരിക്കണം, എപ്പോഴും എനിക്ക് ആ നിലക്ക് ദുനിയാവിൽ സന്തോഷമുണ്ടായിരിക്കണം. റസൂലുള്ളാഹി ചോദിക്കുന്നു, മനുഷ്യ നിൻ്റെ പണം എന്ന് പറഞ്ഞാൽ എന്താ? മാക്കല, നീ തിന്നത് അല്ലേ? അങ്ങനെ തിന്ന് നീ നശിപ്പിച്ചത്. നീ എന്തെങ്കിലും ധരിച്ചുവെങ്കിൽ ആ പണം മുടക്കി ഒരു വസ്ത്രം വാങ്ങി നീ ധരിച്ച് ആ വസ്ത്രം നുരുമ്പിപ്പോകുന്ന ആ വസ്ത്രം അത് നിൻ്റെതാണെന്ന് പറയാം. നീ തിന്നത് നിനക്ക് കിട്ടി, അതുപോലെ തന്നെ നീ ധരിച്ചത് നിനക്ക് കിട്ടി. നീ എന്തെങ്കിലും ദാനങ്ങൾ നൽകിയെങ്കിൽ അതും നിനക്ക് കിട്ടി. ഇതൊക്കെ കിട്ടിയിട്ട് നീ മാറ്റിവെക്കുന്ന, നീ ശേഖരിച്ചു വെക്കുന്ന അക്കൗണ്ടുകളിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് സ്വത്തുക്കളായി ബിൽഡിങ്ങുകളായി നീ മാറ്റിവെക്കുന്ന പണമുണ്ടല്ലോ, അത് നിൻ്റെതല്ല, അത് നിൻ്റെ അനന്തരമെടുക്കുന്ന ആളുകളുടെ പണമാണ്. താരിഖുല്ലിന്നാസ്, നീ ജനങ്ങൾക്ക് അത് വിട്ടേച്ചു പോകുകയാണ്, അത് അവരുടേതായി കഴിഞ്ഞു. മരണമെത്തുന്ന സമയത്ത് നീ പറയും റബ്ബി ലൗല അഖർതനി ഇല അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒരല്പം നീ ഒന്ന് എന്നെ പിന്നിലേക്ക് മാറ്റിത്തരികയാണെങ്കിൽ, ഇത്തിരി കൂടി ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ, ലാ തസദ്ദഖ്, അല്ലാഹുവേ ലാ സ്വദ്ദഖ്, ഞാൻ ഒരുപാട് ദാനങ്ങൾ നൽകാം റബ്ബേ, വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യാം. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം, ഒരു മനുഷ്യൻ്റെ അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും പിന്നെ മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ ഉള്ള ഒരു നിലക്കുള്ള നീക്കങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നില്ല. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. എത്രയോ ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഖുർആൻ അത് കളവല്ലല്ലോ, അള്ളാഹു സത്യമല്ലേ, അള്ളാഹുവിൻ്റെ ഖുർആൻ സത്യമല്ലേ? എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രഭാഷണങ്ങളിലും ഏത് ഖുത്ബകളിലും ആമുഖമായി നാം കേൾക്കുന്ന ആയത്തുകൾ, മനുഷ്യരെ സൂക്ഷിക്കണേ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. വല തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും മരിക്കരുത്. താങ്ങുക നിങ്ങൾക്ക് സാധ്യമല്ലാതെ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു സുദീർഘമായ ഹദീസാ. ഇതുപോലെ മദീനത്തെ ബഖീഉൽ അർഖദിൽ റസൂലുള്ളാഹ് ഒരല്പം മാറിയിരുന്ന് ഒരു സഹാബിയുടെ ഖബറിൻ്റെ പണി പൂർത്തിയാക്കാത്ത നിലക്ക് ഒരല്പഭാഗത്തേക്ക് മാറിയിരുന്ന് തൻ്റെ വടി അപ്പുറത്തും ഇപ്പുറത്തും മാറ്റി കുത്തിപ്പിടിക്കുന്ന സമയത്ത് ആ റസൂലുള്ള പ്രയാസത്തോടു കൂടി നിൽക്കുന്ന ഘട്ടത്തിൽ അവിടുന്ന് വഹി വരുന്നു, ഒരു മുസൽമാൻ്റെ മരണം, ഒരു കാഫിറിൻ്റെയും ഫാസിഖിൻ്റെയും മുനാഫിക്കിൻ്റെയും മരണം.
നല്ല മനുഷ്യർ മരിക്കുമ്പോൾ സ്വർഗത്തിലെ കഫൻപുടവയുമായി മലക്കുകൾ വന്ന് മലക്കുൽ മൗത്തവൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിൻ്റെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ലോലമായിട്ട് റൂഹിനെ കൊണ്ടുപോകുന്ന രംഗം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇല്ലേ സഹോദരങ്ങളെ, ആ ഘട്ടത്തിലെങ്ങാനും ദുനിയാവിൽ അള്ളാഹു തആല ഒരുപാട് സമയം തന്നിട്ട് ഒരുപാട് ക്ലാസ്സുകൾ കേട്ടു, ഒരു കുറവുമില്ല, ഒരുപാട് വാളുകൾ കേട്ടു, വായിച്ചു, എല്ലാം അറിയാം. എന്തുകൊണ്ട് ക്ലാസ്സിന് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പോകുന്നതൊക്കെ എനിക്കറിയാം, ഞാൻ പഠിച്ചതാ, എനിക്കൊക്കെ അത്യാവശ്യം അറിയാം, ഞാൻ അത് ഇൻ്റർനെറ്റിലൂടെ സെർച്ച് ചെയ്ത് പഠിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, പ്രത്യേകിച്ച് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇതറിയേണ്ട ആവശ്യമില്ല എന്ന് പോലും ധിക്കാരസ്വരത്തിൽ പറയുന്ന ആളുകൾ അല്ലേ? ഒരുപാട് കേട്ടും പഠിച്ചൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആ നിലക്ക് സമയങ്ങൾ തള്ളി നീക്കിയിട്ട് അള്ളാഹ്ക്ക് പൊരുത്തമുള്ള ഒരു അമലും ചെയ്യാതെ അള്ളാഹ്ക്ക് അനിഷ്ടമായ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവരും മരിക്കുമല്ലോ സഹോദരങ്ങളെ. ആ സമയത്ത് നരകത്തിലെ കഫൻപുടവയുമായി ഒരു കൂട്ടം മലക്കുകൾ ദുനിയാവിലേക്ക് ഇറങ്ങി വന്ന് ഈ മനുഷ്യൻ്റെ തലക്ക് ചുറ്റുഭാഗത്തും വന്നിരുന്ന് അൽ മലായിക്കത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, പുറത്തും മുഖത്തും മലക്കുകളുടെ പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരുന്നു, അടിയേൽക്കേണ്ടി വരുന്നു. അവർ പറയുന്നു വദൂഖു അദാബൽ ഹരീഖ്, മലക്കുകളുടെ വാചകങ്ങളാണിത്, വെന്തുരുകുന്ന ശിക്ഷ നീ അനുഭവിച്ചോ, കാരണം ദാലിക ബിമാ ഖദ്ദമത് ഐദീകും വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്. അല്ലാഹ് ആയുസ് തന്നപ്പോൾ ഈ ആയുസിൽ നീ നിനക്ക് വേണ്ടി സമ്പാദിച്ചതാണിത്, ഇത് നീ നിനക്ക് വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയതാ. നമസ്കരിച്ചിട്ടില്ല, നീ ഒരുപാട് നമസ്കാരങ്ങൾ നീ പാഴാക്കിയിട്ടുണ്ട്. പ്രവാസികളായ സഹോദരങ്ങളെ ചിന്തിച്ചോ, കുടുംബത്തോടൊപ്പം താമസിച്ച് സുഖസുന്ദരമായ റൂമുകളിൽ കിടന്നുറങ്ങി, അതുപോലെ തന്നെ ഈ ഇവിടത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് എല്ലാവരുമായും പരിഗണന വെച്ച് എൻ്റെ റബ്ബിനെ മാത്രം മറക്കുന്ന, റബ്ബിനെ ഓർക്കാതെ ഈ സുഖത്തിൽ കിടന്നുറങ്ങി അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ അല്ലേ? വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, ഒരടിമയോടും അല്ലാഹു തആല അനീതി കാണിക്കുന്നതല്ല, അതിക്രമം കാണിക്കുന്നതല്ല. നീ ചെയ്തതിൻ്റെ തിക്തഫലമാണ് ഇന്ന് നീ അനുഭവിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, റസൂലേ, കാഫിരീങ്ങൾ അതുപോലെ തന്നെ ളാലിമീങ്ങൾ മരിക്കുന്ന ഘട്ടം താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ താങ്കൾക്കത് കാണാനുള്ള കഴിവില്ല പ്രവാചകരെ, അത്ര ഭീകരമാണ്. തെറ്റുകൾ ചെയ്തവർ മരിക്കുക, തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിങ്കലേക്ക് യാത്രയാകുന്ന മനുഷ്യൻ മരിക്കുന്ന രംഗം അത് ഭീകരമാണ് പ്രവാചകരെ. ആ സമയത്ത് മലക്കുകൾ കൈ നീട്ടിയിട്ട് അവരുടെ കരങ്ങൾ നീട്ടിയിട്ട് പറയും റൂഹിനെ പുറത്തെടുക്കടോ എന്ന്. എന്തിനാ? അൽയൗമ തുസ്സൗന അദാബൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷയാണ് ഇന്ന് അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് നിങ്ങൾ പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാരണം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കിക്കോ, വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഖിബർ നിങ്ങളെ സമ്മതിച്ചിട്ടില്ല. അള്ളാഹിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഖിബറായിരുന്നു നിങ്ങൾക്ക് വലുത്. ഇതൊന്നും എനിക്ക് വേണ്ട, ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. 5 നേരത്തെ നമസ്കാരം ഒഴിവാക്കിയവർ, നമസ്കരിക്കുന്നവർ തന്നെ അലസമായി കണ്ടവർ, സമയം തെറ്റിച്ചവർ, ആ നിലക്ക് തോന്നിവാസങ്ങൾ ഏർപ്പെട്ടവർ, സക്കാത്ത് കൊടുക്കേണ്ട വ്യക്തിയായിട്ടും സക്കാത്ത് കൊടുക്കാതെ അശ്രദ്ധ കാണിച്ചവർ, നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അലസത കാണിച്ച ആളുകൾ, പെരുമാറ്റരംഗത്ത്, വിശ്വാസരംഗത്തും ആരാധനാരംഗത്തും സ്വഭാവരംഗത്തും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ, റസൂലുള്ളാഹിയുടെ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞ് ജീവിതം തനിക്ക് തോന്നിയതുപോലെ ജീവിച്ച് അടിച്ച് പൊളിച്ച് സുഖിച്ച് ജീവിച്ച ആളുകളില്ലേ അല്ലേ? അവർക്ക് ഇസ്ലാമിനോട് പുച്ഛമായിരുന്നു, അവരും മരിക്കും. ആ സമയത്ത് മലക്കുകളോട് യാചിക്കുന്ന രംഗമാണ്. ആ ഘട്ടങ്ങളിൽ പോലും റസൂലുള്ളാഹിനോട് പറയുന്നു, റസൂലേ, താങ്കൾക്ക് കാണുക പോലും സാധിക്കാത്ത നിലക്ക്, കുടുംബത്തിലേക്കൊന്ന് തിരിച്ചുപോയി ഒരു വസിയത്ത് പോലും കൊടുക്കാൻ കഴിയാത്ത നിലക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ ചോദിക്കുന്നു റബ്ബിൻ്റെ ചോദ്യം, നിന്നെ സഹായിക്കുന്നവൻ ആരുണ്ടോ എന്ന് അള്ളാഹ് ചോദിക്കുന്നു. ആർക്കൊക്കെ വേണ്ടിയാ നീ എന്നെ മറന്നത്? ആർക്കൊക്കെ വേണ്ടിയാ നീ ഇസ്ലാമിക സംസ്കാരങ്ങൾ ഉപേക്ഷ വരുത്തിയത്? ഈ ലോകത്ത് മുസ്ലിങ്ങളെ കാണുമ്പോൾ നിനക്ക് പുച്ഛമായിരുന്നു. നീ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, മുസ്ലിമായി വളർന്നു, മുസ്ലിമായി ജീവിക്കുന്നു, പക്ഷെ നിനക്ക് മടിയാ. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളോട് നിനക്ക് മടിയാണ്. ആരാധനാ കാര്യങ്ങൾ നീയില്ല. ഏത് സമയത്ത് പോലും ഒരു വെള്ളിയാഴ്ച അല്ലാതെ പള്ളിയിലേക്ക് നീ തിരിഞ്ഞു നോക്കിയിട്ടില്ല, നീ ഔറത്ത് മറച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇസ്ലാമിക രംഗത്ത് എവിടെയും നിന്നെ കണ്ടിട്ടില്ല.
ഇതാ അള്ളാഹിൻ്റെ അടുക്കലേക്ക് വരുന്നു. വഖീല മൻ റാഖ് കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. റൂഹങ്ങ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, പ്രാണനങ്ങ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ഏത് മനുഷ്യനും കീഴ്പ്പെട്ടു പോവുകയാണ്, ഏത് മനുഷ്യരും കീഴൊതുങ്ങുകയാണ്. ആ സമയത്ത് അള്ളാഹ് ചോദിക്കും, നിന്നെ സഹായിക്കാൻ ആരുണ്ടോ എന്ന്. വലന്ന അന്നഹുൽ ഫിറാഖ്. ലോകത്തുള്ള ഏത് മനുഷ്യരും ചിന്തിക്കും എൻ്റെ വേർപാടിൻ്റെ സമയമായിട്ടുണ്ട് എന്ന്. എല്ലാവരും കീഴൊതുങ്ങുകയാണ്. വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ്. കണങ്കാൽ മറ്റേ കണങ്കാലുമായി കൂട്ടിച്ചേർത്ത് കൊടുക്കുന്ന രംഗം. കണങ്കാൽ മറ്റേ കണങ്കാലുമായി കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നു. ഇലാ റബ്ബിക യൗമ ഇദ്നിൽ മസാഖ്. നിൻ്റെ റബ്ബിങ്കിലേക്ക് നിന്നെ തെളിച്ചു കൊണ്ടുപോകുന്ന രംഗം. അള്ളാഹുവിൻ്റെ പ്രയോഗം എത്ര ആശ്ചര്യകരമാണ് സഹോദരന്മാരെ, സഹോദരികളെ. ഒരു കാൽ മറ്റേ കാലുമായിട്ട് കൂട്ടിപ്പിടിച്ച് ചേർത്ത് വെച്ച് കൊടുത്ത് കീഴടങ്ങുകയാണ് മലക്കുകളുടെ മുമ്പിൽ വെച്ച്. ഒരു രക്ഷയുമില്ല. അള്ളാഹിനോട് യാചിക്കുന്നു, ഒരല്പമെങ്കിലും അള്ളാഹുവെ ഇനിയും താ. എന്തിനാ? സുഖിച്ച് ജീവിക്കാനല്ല, ഒരിത്തിരിയെങ്കിലും നീ എനിക്ക് ആയുസ് നീട്ടിത്തരുകയാണെങ്കിൽ ലാക്കും മിന സ്വാലിഹീൻ. നാദാ ലോകത്തെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നിനക്കെന്നെ കാണാം. റബ്ബിർജിഊൻ. അള്ളാഹു ഒന്ന് മടക്കി തരുമോ എന്നെ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. ഉപേക്ഷ വരുത്തിയ ഒരുപാട് നന്മകളുണ്ട്, എനിക്കറിയാം. അറിയാഞ്ഞിട്ടല്ല നാഥാ, എനിക്കൊരുപാട് നന്മകളെക്കുറിച്ചറിയാം, അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. അതുകൊണ്ട് നാഥാ ഒന്ന് മടക്കി തന്നാൽ അതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ കല്ലാ, വേണ്ട മനുഷ്യ, ഒരക്ഷരം നീ മിണ്ടരുത്, ഒരക്ഷരം മിണ്ടിപ്പോകരുത്, വേണ്ട. വമിൻ വറഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇനി അവർക്ക് പിന്നിലുള്ളത് ഖബറാണ്, ബർസഖിയായ ലോകമാണ്. താങ്ങാനാകുമോ സഹോദരന്മാരെ, സഹോദരികളെ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചോ. ഞാനിത് ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഉത്ബുദ്ധ സദസ്സിൻ്റെ മുമ്പിലാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന ഉത്തമ ബോധത്തോടു കൂടിയാണ് സ്വന്തം തെറ്റുകളിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക്, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ വേണം. 1, വിശ്വാസരംഗം ശുദ്ധമായിരിക്കണം. 2, ഇബാദത്തിൻ്റെ രംഗം ശുദ്ധമായിരിക്കണം. 3, സ്വഭാവരംഗം ശുദ്ധമായിരിക്കണം. ഇത് 3ഉം ശുദ്ധമാകുന്ന ആളുകൾക്കാണ് നല്ല മരണം വിധിക്കുന്നത്. ആ വിഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥനയിൽ മാത്രമല്ല ഒതുങ്ങേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? മരിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരും പറയാറുണ്ട്, പ്രവാസികളായ മക്കളെ നാട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് വരുത്തും. ഉമ്മ ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, ബാപ്പ ഈ നിലയ്ക്ക് എത്തിയിട്ടുണ്ട്. എത്രയാണ് പണമെന്ന് നമ്മൾ നോക്കാറില്ല. എങ്ങനെയാണോ പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ സാധിക്കുന്നത് അങ്ങനെ നാട്ടിലേക്ക് എത്തുന്നു. ഉമ്മ മക്കളെ കാണുന്നു, മക്കൾ ഉമ്മയെ കാണുന്നു, ബാപ്പയെ കാണുന്നു. പറയാറുണ്ട്, ഉമ്മ എന്നോട് എന്തൊക്കെയോ പറയാനുള്ളത് പോലെ, ബാപ്പയ്ക്ക് സംസാരിക്കാനുള്ളത് പോലെ. ആർക്കറിയാം സഹോദരങ്ങളെ, അതുവരെ കാണാത്ത കാഴ്ചകളാ മരണത്തിൻ്റെ സമയം മുതൽ കാണാൻ തുടങ്ങുന്നത്. മലക്കുകളെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു. ഭീകരനായ മലക്കുകൾ ഒരു സമയം പോലും നീട്ടിവെക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി നടപ്പാക്കുന്ന സമയം. സൂറത്ത് യാസീനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഒരു വസിയ്യത്ത് കൊടുക്കാൻ പോലും കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത നിലക്ക അള്ളാഹു ഓരോരുത്തരുടെയും മരണത്തെ വിധിക്കുന്നത്. അതുകൊണ്ട് എവിടെ വെച്ച് മരിക്കണം എന്നതല്ല വിഷയം, എങ്ങനെ മരിക്കണം എന്നതാണ് വിഷയം. എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. അള്ളാഹുവിന് ഇഷ്ടമുള്ളവനായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. കാരണം ആ മരണത്തോടുകൂടി ഒരു ജീവിതം തുടങ്ങുകയാണ്. അവർക്ക് പിന്നിൽ ഇനി ബർസഖിയായ ലോകമാണുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് നമസ്കാരത്തിലും എപ്പോഴാകട്ടെ ആ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവേ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന്, ഒപ്പം ഖബറിൻ്റെ ഫിത്നയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കാത്ത ഒരു നമസ്കാരവുമില്ല. എന്തുകൊണ്ട്? അവിടുന്ന് പറയുന്നു, ഇന്നി ഖദ് റഅയ്തുകും തുഫ്തനൂന ഫിൽ ഖുബൂർ കഫിത്നത്തി ദജ്ജാൽ. മുസ്ലിങ്ങളെ, മനുഷ്യരെ, നിങ്ങൾ ഖബറിൽ നിങ്ങൾക്കൊരു ഫിത്നയുണ്ട്. ആ ഫിത്ന എന്ന് പറയുന്നത് ഭൂമിയിൽ ദജ്ജാൽ വന്നുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ എത്രയുണ്ടോ അതുപോലെ ഖബറിൽ നിന്ന് നിങ്ങൾ ഫിത്ന അനുഭവിക്കേണ്ടി വരും. ഏതാണ് ഖബറിൻ്റെ ഫിത്ന? കുഴപ്പമെന്ന് പറയുന്നത് ഏതാണ്? 3 ചോദ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്.
വെറും 3 ചോദ്യങ്ങൾ. ഖബറിൻ്റെ ഫിത്നയാണത്. നിന്റെ റബ്ബാരെന്നുള്ള ചോദ്യം, മുഹമ്മദ് റസൂലുള്ളാഹിയെ കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ടെന്ന് എന്ന ചോദ്യം, നിന്റെ മതമേതെന്നുള്ള ചോദ്യം, അള്ളാഹുവാണ് എൻ്റെ റബ്ബെന്നും ഇത് മുഹമ്മദ് മുസ്തഫയാണെന്നും ഇസ്ലാമാണ് എൻ്റെ മതമെന്നും ഒരു മനുഷ്യന് പറയാൻ സാധിക്കുകയാണെങ്കിൽ അവനതാ ഏറ്റവും നല്ല സുഖങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ്, സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കേണ്ടി വരികയാണ്. അവൻ്റെ അടുക്കലേക്ക് മലക്കുകൾ ചോദ്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സുന്ദരമായൊരു രൂപം വന്ന് പറയും. ഖബറാളി ചോദിക്കും, ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ സൽപ്രവർത്തനങ്ങളാണെന്ന് പറയുന്നു. നേരെ മറിച്ച് ഉത്തരം കൊടുക്കുക കഴിയാത്ത ആളുകൾ, ഫാസിഖീങ്ങൾ, തമ്മാടികൾ, മുനാഫിഖീങ്ങൾ, കപടന്മാർ, കാഫിരീങ്ങൾ, അവിശ്വാസികൾ എല്ലാവരും അള്ളാഹുവിൻ്റെ ചോദ്യം മലക്കുകളുടെ ചോദ്യം വരുമ്പോൾ എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ കഴിയാത്ത, ഇത് മുഹമ്മദ് റസൂലുള്ളാഹിയാണെന്ന് പറയാൻ സാധിക്കാത്ത, എൻ്റെ മതം ഇസ്ലാമാണെന്ന് പറയാൻ സാധിക്കാത്ത, എന്ന് വെച്ചാൽ മുസ്ലിങ്ങളായി ജീവിച്ചിട്ടും മുസ്ലിമായി ആ കുടുംബത്തിൽ മരിക്കുമ്പോഴും ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ആളുകളാണോ നമ്മൾ? സ്വയം ചിന്തിക്കുക. ഞാൻ മരിച്ചാൽ ഖബറിൽ എത്തിയാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ മാത്രമുള്ള ഈമാൻ, അമലു സ്വാലിഹാത്ത് പ്രിയപ്പെട്ടവരെ എനിക്കുണ്ടോ എന്ന് എൻ്റെ പൊന്നു സഹോദരന്മാർ, പൊന്നു സഹോദരിമാർ ആത്മാർത്ഥമായി സ്വയം ആരെയും നോക്കാതെ ഞാൻ എന്നെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. കഴിയുന്നില്ലേ? ഫയുളറബു ബിമത്വാരിഖിൻ മിൻ ഹദീദ്, ആ സമയത്ത് ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ട്, പ്രത്യേകമായി ഉണ്ടാക്കപ്പെട്ട ഇരുമ്പിൻ്റെ ദണ്ടുകൾ കൊണ്ടുള്ള അടിയേൽക്കേണ്ടി വരും. ആ അടിയുടെ പ്രത്യേകത, ഒരു വലിയ കൂറ്റൻ പർവ്വതത്തെയാണ് ആ ദണ്ട് കൊണ്ടടിക്കുന്നതെങ്കിൽ ആ പർവ്വതം മണ്ണായി പോകുമാറായിരിക്കും ആ മനുഷ്യരുടെ ഇരു കാതുകൾക്കുമിടയിൽ അവൻ്റെ പിരടിക്കടിയേൽക്കേണ്ടി വരുന്നത്. അവൻ അട്ടഹസിക്കും. മനുഷ്യരും ജിന്നുമല്ലാത്ത ലോകത്തുള്ള സർവ്വജന്തുക്കളും ജീവജാലങ്ങളും ഖബറാളിയുടെ അട്ടഹാസങ്ങൾ കേൾക്കും. മനുഷ്യരത് കേൾക്കുന്നില്ല, മനുഷ്യരത് കേൾക്കുക സാധ്യവുമല്ല. കാരണം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ കേട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരാളെയും പിന്നീട് ഖബറിലേക്ക് താഴ്ത്തി വെക്കില്ല. നിങ്ങളങ്ങനെ ചെയ്യുമായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് കേൾക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾക്കതിന് കഴിയാത്തത് കൊണ്ട് ആ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുകയല്ല, നിങ്ങളത് കേൾക്കുകയുമില്ല. നിങ്ങൾ നോക്കൂ, 3 ചോദ്യമാണത്. പിന്നീട് വരുന്നു ഖബറിൻ്റെ ഞെരുക്കം വരുന്നു. ഇന്നലിൽ ഖബരി ലഅത, ഖബറിനൊരു ഞെരുക്കമുണ്ട്. ലൗ കാന അഹദുൻ നജാ മിൻഹാ നജാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഖബറിൻ്റെ ഇടുക്കലിൽ നിന്ന്, ഖബറിൻ്റെ പ്രയാസപ്പെടുത്തലിൽ നിന്ന് ആരെങ്കിലും ലോകത്ത് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ അർശ് പോലും കുലുങ്ങി എന്ന് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം. 70,000 മലക്കുകൾ ജനാസക്ക് സാക്ഷിയായി എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ചൂണ്ടിക്കാണിച്ച് പോലും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, സഅദ് പോലും ഖബറിൻ്റെ ഇടുക്കലിൽ നിന്ന്, ഞെരുക്കലിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. പക്ഷേ പടച്ച റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് വിശ്വാസികൾക്ക് ഒരല്പം ആശ്വാസം ലഭിക്കുന്നു എന്നത് മാത്രമാണ് അവിടെ ആ നിലയ്ക്ക് ആശ്വാസമായിട്ട് ലഭിക്കുന്നത്. ഖബറിൻ്റെ സ്വഭാവമാണത് ഞെരുക്കൽ. അള്ളാഹുവോട് നാം പ്രാർത്ഥിക്കുന്നവരാ. തെറ്റുകൾ ചെയ്തവരാണെങ്കിൽ സഹോദരങ്ങളെ രക്ഷയില്ല. മരണത്തോടുകൂടി തുടങ്ങുകയാണ്. ജീവിതത്തിൽ നന്മയേക്കാളേറെ എത്രയോ തിന്മകൾ നമ്മളിൽ അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു. യാത്ര ആരംഭിക്കുന്നു. ഈ മനുഷ്യൻ്റെ മുമ്പിലേക്കും ഭീകര രൂപം വരുമ്പോൾ ഈ ഖബറാള് ചോദിക്കും, നീ ആരെന്ന് ചോദിക്കുമ്പോൾ അന അമലു, ഞാൻ നിൻ്റെ അമലാണ്, അഥവാ അൽ ഖബീഹ്, ഏറ്റവും വൃത്തികെട്ട നീ ചെയ്ത തോന്നിവാസങ്ങളാണ് ഞാനെന്ന് വൃത്തികെട്ട ദുർഗന്ധം, അതല്ലെങ്കിൽ വൃത്തികെട്ട രൂപം മുന്നിൽ വന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ മരണത്തിൻ്റെ സമയം മുതൽ ഉറപ്പിച്ചു കഴിഞ്ഞു എനിക്ക് വരാനിരിക്കുന്നത് നരകമാണ് എന്ന്. സ്വർഗക്കാരനാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും സ്വർഗചിത്രങ്ങളും നരകക്കാർക്ക് നരകത്തിൻ്റെ ചിത്രങ്ങളും ഖബറിൽ ഇങ്ങനെ കാണിക്കപ്പെട്ടു കൊണ്ടേയിരിക്കുക. ഒരു സമാധാനം കൊടുക്കുന്നില്ല. പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയുടെ ഭീകര രൂപങ്ങളെ ആ നിലക്ക് ഖബറിൽ തന്നെ കണ്ടുകൊണ്ടേയിരിക്കുക. ഒരിക്കലും ഖിയാമത്ത് സംഭവിക്കരുത് എന്ന് ആ ഖബറാള് വിചാരിച്ചു പോകുമാർ. എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ രൂപങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ആ നിലക്ക് ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരുന്നൊരവസ്ഥ. സഹോദരന്മാരെ, എവിടെയായിരിക്കും നമ്മൾ? കഴിയുന്നില്ല. പരലോകത്ത് ഭീകരമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് വരും സമയങ്ങളിൽ ഓർമ്മിപ്പിക്കും. അല്ലേ? നിങ്ങൾ നോക്കൂ, എത്രയായിരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ
ആയിഷ റളിയല്ലാഹുവിനെ ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹിയോട്, റസൂലേ നിങ്ങൾ പറയുന്നു വസ്ത്രം ധരിക്കാതെ നഗ്നകളായി കോടിക്കണക്കിന് മനുഷ്യർ അള്ളാഹുവിൻ്റെ പരലോകത്ത് നിൽക്കുമ്പോൾ ഔറത്ത് കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബീവിയോട് പറയുന്നു റസൂലുള്ളാഹ്, ആയിഷ അന്ന് അൽ അംറു അശദ്ദു മിൻ ദാലിക്, അതിനേക്കാൾ അപ്പുറത്താണ് ആയിഷ കാര്യം. ഔറത്ത് നോക്കുക എന്നത് പോയിട്ട് ഒരു മനുഷ്യൻ ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത നിലക്ക്, എവിടെയാണ് നാഥ ഒന്ന് വിചാരണയ്ക്ക് വേണ്ടി എടുക്ക്, സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം, ആ നിലക്കൊന്ന് വിചാരണയ്ക്ക് വേണ്ടി എടുക്ക് എന്ന് പറയുക മാത്രം ചിന്തിക്കുന്ന ആ സമയത്ത് ഒരാൾക്കും നഗ്നതയിലേക്ക് നോക്കാൻ കഴിയില്ല. ഫാത്തിമ ബീവിയോട് പോലും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ സലി മിമ്മാലി മാ ഷിഅ്തി, ബാപ്പയോട് പൊന്നുപ്പയോട് ഫാത്തിമയ്ക്ക് ഇഷ്ടമുള്ളത് മുഴുവനും ബാപ്പയുടെ ധനത്തിൽ നിന്ന് മോള് ചോദിച്ചോ. പക്ഷേ അൻഖിദി നഫ്സിക് മിനന്നാർ, നരകത്തിൽ നിന്ന് ഫാത്തിമ നിന്റെ തടിയെ നീ തന്നെ കാത്ത് സംരക്ഷിച്ചോ. ലാ ഉഗ്നി അൻക ഷൈഅ, ഉപ്പ റസൂലാണെന്ന് കരുതിയിട്ട്, നിന്റെ ബാപ്പ മുഹമ്മദ് റസൂലുള്ളയാണെന്ന് കരുതിയിട്ട് എനിക്ക് നിനക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ലോകം അല്ലേ. സ്വന്തം റസൂലുള്ളാഹിക്ക് ഫാത്തിമ ബീവിക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റാത്ത ലോകം. ഇബ്രാഹിം ഇവിടെ മുമ്പിൽ വെച്ച് ഇബ്രാഹിം നബിയുടെ പിതാവിനെ ശിക്ഷിക്കുന്ന രംഗം കണ്ണുകൊണ്ട് കാണേണ്ടി വരുന്നു അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബിക്ക്. നരകത്തിൽ ഭീകരമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഇബ്രാഹിം നബിയോട് ആ ബാപ്പ ചോദിക്കുന്നു, ഇബ്രാഹിം ഇന്ന് ഞാൻ നിന്നെ അനുസരിക്കുന്നു, എനിക്ക് വേണ്ടി ഒന്ന് അള്ളാഹിനോട് പറയണം. ഇബ്രാഹിം നബി അള്ളാഹിനോട് പറയുന്നു, നാഥ നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, പരലോകത്ത് വെച്ച് നീ എന്നെ വഷളാക്കില്ല എന്ന്. എൻ്റെ ബാപ്പ ഈ അനുഭവിക്കുന്ന ശിക്ഷയേക്കാൾ എന്ത് വഷളത്തരമാണ് റബ്ബെ എനിക്ക് വരാനിരിക്കുന്നത്. ഇബ്രാഹിം നബി അള്ളയോട് ചോദിക്കുമ്പോൾ അള്ള പറയുന്ന മറുപടി, ഇബ്രാഹിം അവൻ നിന്നിൽപ്പെട്ടവനല്ല അല്ലേ. ഇബ്രാഹിം നബിക്ക് ബാപ്പയെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല, നോഹി നബിക്ക് മകനെ ഭാര്യയെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, ലൂത്ത് നബിക്ക് സാധിക്കുന്നില്ല. ആർക്കാരെയാണ് പ്രിയപ്പെട്ടവരെ കഴിയുന്നത്? പ്രവാചകന്മാർക്ക് കഴിയാത്തത് നമുക്കാർക്ക് കഴിയും? എൻ്റെ രക്ഷയ്ക്ക് എൻ്റെ അമലുകൾ മാത്രമേ ഉള്ളൂ. നേരത്തെ നിങ്ങൾ ഷെയ്ഖ് ഹുസൈൻ നമ്മളോട് സൂചിപ്പിച്ചൊരു വിഷയം, ഒരുപാട് ആളുകൾ ഈ വെള്ളിയാഴ്ച രാത്രികളിൽ വിനോദങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ പിന്നെ കുടുംബത്തെ കൂട്ടി സൽക്കാരങ്ങൾക്ക് വേണ്ടി, സന്ദർശനങ്ങൾക്ക് വേണ്ടി പല നിലക്കും ടൈം ഈ നിലക്ക് ചിലവാക്കുന്ന ആ സമയത്ത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് നിങ്ങൾ വന്നു, അതല്ലെങ്കിൽ നമ്മളെത്തി. ആരും ആരെക്കാളും ഉന്നതിയിലേക്ക് എത്തിയവരല്ല, ഇത് അള്ളാഹിൻ്റെ തൗഫീക്കാണ് നമ്മളിവിടെ എത്തിയത്. പക്ഷേ എത്തി ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് പോകുന്നത് പോലെ ഇന്നിൻ്റെ ഉപദേശത്തെ നിങ്ങളങ്ങനെ ആ നിലക്ക് തള്ളിക്കളയരുതേ സഹോദരന്മാരെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്വമേധയാ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിസ്കാരം പോലും നിസ്കരിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഈ സദസ്സിലുണ്ടോ ഇല്ലേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അല്ലേ. ഡ്യൂട്ടി സമയത്തിന് കൃത്യമായി നമ്മൾ എത്താറുണ്ട്, നമസ്കാരത്തിനോ എത്താറില്ല, നമസ്കരിക്കാറില്ല. ആ നമസ്കാരം എങ്ങനെ? അള്ളാഹിൻ്റെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ സ്വലാത്തു. പരലോകത്ത് കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെക്കുറിച്ചാണ്. അത് ശരിയായോ? എല്ലാം ശരിയായി പിന്നീട് വരുന്നത് നിസ്കാരത്തിൻ്റെ ചോദ്യം പരാജയപ്പെട്ടോ? മുഴുവനും പരാജയപ്പെട്ടു. അവിടം മുതൽ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ആരംഭിക്കണം. ഈ ക്ലാസ്സിൽ ഒന്നെങ്കിലും നമ്മൾ പഠിക്കുക, എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും എൻ്റെ നമസ്കാരം ഞാൻ ഒഴിവാക്കില്ല. നമ്മൾ മലയാളികളൊക്കെ ജയിൽ സന്ദർശന വേളകളിൽ പലപ്പോഴും പറയാറുണ്ട്, ജയിലുകളിൽ മലയാളികളും ഉണ്ടാകും അറബികളും ഉണ്ടാകും. ഒരുപക്ഷെ മലയാളികളെക്കാൾ വലിയൊരു കുറ്റം ചെയ്തിട്ടായിരിക്കും സെല്ലുകളിൽ അറബികളെ കാണാൻ കഴിയുന്നത്. ആ സമയത്ത് ജയിലറകളിൽ കുള്ളി വെച്ച് അവർ നമ്മളോട് പറയാറുണ്ട്, അവരെക്കാൾ മെച്ചം ഞങ്ങളാണ്, എല്ലാ തോന്നിയാസങ്ങളും ചെയ്തിട്ട് അവരവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു, എന്ത് കാര്യമാണ്? ഇതാ മലയാളി ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു ചിന്തയില്ല. എന്തബദ്ധങ്ങൾ വന്നാലും ആ മനുഷ്യർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യേണ്ട നമസ്കാരത്തെ അവരുപേക്ഷ വരുത്തുന്നില്ല. പള്ളികളിലേക്ക് പോയി നോക്കൂ നിങ്ങൾ, സുബഹിൻ്റെ നേരത്ത് അല്ലേ, പ്രായമെത്തിയ മറ്റുള്ള രാജ്യക്കാർ സുബഹിക്ക് പള്ളിയിലുണ്ട്. നമ്മൾ ചർച്ചയാണ്, ആ നിസ്കാരങ്ങളൊന്നും ശരിയല്ല, ഇളക്കം കൂടുതലാണ്, നോട്ടം കൂടുതലാണ്, എന്തൊക്കെയാ ചർച്ച. പള്ളിയിൽ വെച്ചിട്ടല്ല മലയാളി ചർച്ച ചെയ്യുന്നത്, റൂമിൽ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോൾ റൂമിൽ ചർച്ചയാണ്, അവരുടെ നിസ്കാരം ശരിയല്ലെന്ന്. നമ്മളത്രയാ, പള്ളിയിലേക്ക് നമ്മളെ കാണാറില്ല. നമ്മളാണ്, മലയാളികളാണ് ജമാഅത്തിൽ
ഏറ്റവും പിറകിൽ നിൽക്കുന്നത്. അത് സത്യമാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. അറബികളെ നമ്മൾ കാണുന്നു, വീൽ ചെയറിൽ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ. ചില വീടുകളിലൊക്കെ 2 ഹൗസ് ഡ്രൈവർമാരാ. ഒരാളുടെ ഡ്യൂട്ടി എന്താ? പ്രായമുള്ള ബാപ്പയെ പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഡ്യൂട്ടി 5 നേരത്തും. നിങ്ങൾ നോക്കിയേ, ഒരു ചെറിയ തലവേദന വരുമ്പോൾ നമുക്കില്ലാത്ത ഒന്ന് പ്രിയപ്പെട്ടവരെ അവരത് ചെയ്യുന്നു. എന്തുകൊണ്ടെന്നറിയോ? നിസ്കാരം, സ്വലാത്ത്, അത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. ചേർത്താൽ അത് ചേർന്ന് നിൽക്കും, മുറിച്ചാൽ അള്ളാഹ് മുറിക്കും. അഖറബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബി. ഒരു മനുഷ്യൻ തൻ്റെ അള്ളാഹുവോട് ഏറ്റവും അടുക്കുന്നത് അവൻ്റെ നമസ്കാരത്തിലെ സുജൂദിലാണ്. എത്ര ആളുകൾ കഴിഞ്ഞിട്ടുണ്ട് സുജൂദിൽ സുദീർഘമായി കിടന്നൊന്ന് പ്രാർത്ഥിക്കാൻ? നമ്മൾക്ക് കഴിയാറില്ല അല്ലേ? ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ സഹോദരികളെ, സഹോദരന്മാരെ. സുജൂദിൽ ഒരുപാട് സമയം കിടന്ന് എൻ്റെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന രംഗം വരും. നമ്മൾ പ്രാർത്ഥിക്കും. മാരകമായ അസുഖങ്ങൾ വന്നിട്ട് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. അസുഖങ്ങളൊക്കെ വന്ന് കയ്യിൽ ചികിത്സിക്കാൻ പോലും പണമില്ലാത്ത ഘട്ടത്തിൽ ഇത്ര ലക്ഷം കെട്ടിവെച്ചാൽ, അതിൻ്റെ ഇത്ര ശതമാനം കെട്ടിവെച്ചാൽ മാത്രമേ ചികിത്സ ഞാൻ തുടങ്ങുകയുള്ളൂ എന്ന് പോലും ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ അറിയിപ്പ് ലഭിക്കുമ്പോൾ 2 കൈകളും ഉയർത്തി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കും. അന്ന് തഹജ്ജുദിൻ്റെ നേരം നമ്മൾ അറിയും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം നമ്മൾ അറിയും. സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിക്കും. എന്താ ഗതികെട്ടുപോയി നമ്മൾ. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും. അതുവരെ ആ റബ്ബിനെ നമ്മൾക്കറിയില്ലായിരുന്നു. ഖുർആനിൽ അങ്ങനെയാ ആയത്തുകൾ കാണുന്നത്. മനുഷ്യരെങ്ങാനും ഒരു പ്രയാസം വന്നാൽ കിടന്നും ഇരുന്നും നിന്നുമൊക്കെ അള്ളാഹിനോട് അങ്ങനെ ദുആ ചെയ്യും. ആ പ്രയാസം അള്ളാഹ് അങ്ങ് നീക്കിയാൽ ഈ നന്ദികെട്ട മനുഷ്യൻ്റെ സ്വഭാവം അവനങ്ങനെ ദുആ ചെയ്തിട്ടേയില്ല എന്നതുപോലെയാണ്. നമ്മളാണോ? ചിന്തിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്നാവുക പ്രിയപ്പെട്ടവരെ. ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യുക. കേട്ടത് പ്രാവർത്തിക തലങ്ങളിൽ നടപ്പാക്കാൻ ശ്രദ്ധിക്കുക. ഒരു നന്മ അധികരിപ്പിക്കാൻ നോക്കുക. ചെയ്യുന്ന നന്മകൾ തുടർച്ചയായി ചെയ്യാൻ ശ്രദ്ധിക്കുക. തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുക. ആരും നമ്മളെ നന്നാക്കേണ്ട, ഞാൻ മരിക്കും എന്ന ഒരു ബോധം നമ്മുടെ കൂടെ ഉണ്ടാക്കുക. ഞാനും മരിക്കും, ഞാനും ഖബറിലേക്ക് കിടക്കേണ്ടി വരും. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഖബറിലേക്ക് എന്നെയും ആളുകൾ കിടത്തും, താഴ്ത്തിവെക്കും. സ്നേഹനിധിയായ ഭർത്താവിന് വേണ്ടി നിൻ്റെ അമലുകൾ നീ നശിപ്പിക്കുമ്പോൾ പെണ്ണെ നീ മനസ്സിലാക്കിക്കോ, ആ ഭർത്താവ് നിന്നെ ഖബറിലേക്ക് താഴ്ത്തിവെക്കുന്നതോടുകൂടി അയാൾ മാറി നിൽക്കുകയാണ്. പിന്നീട് അയാൾ നിൻ്റെ കൂടെ ഇല്ല. നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് നിൻ്റെ ഈമാനിനെ നീ നശിപ്പിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളും മനസ്സിലാക്കുക, മരണത്തോടുകൂടി ആ ഭാര്യ കരയുന്നത് നിൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടല്ല, എന്നെ, എൻ്റെ മക്കളെ എന്ന ചിന്തയിലാണ്. എൻ്റെ ഭർത്താവിന് ഖബറിന് കൂട്ടിനാരുണ്ട്, എന്ത് അമലാണ് എന്നതിനെക്കുറിച്ച് ഓർത്തിട്ട് ആരും കരയുന്നില്ല. കുടുംബത്തെ ഓർത്തിട്ടാ. ആശ്വസിപ്പിക്കാൻ വരുന്നവരും ആ കുടുംബത്തിലെ വീടുകളിലെ മക്കളെക്കുറിച്ച് ഓർത്തിട്ടാ. ഖബറാളിയെക്കുറിച്ചിട്ടാരും ചിന്തിക്കുന്നില്ല. എല്ലാവരും മറക്കുന്നു. നീ ഉപേക്ഷിച്ചു പോയ പണം, നീ ഉപേക്ഷിച്ചു പോയ പൊന്ന്, ഇതൊക്കെ ഓഹരി വെക്കാനുള്ള തിരക്കില 4-5 ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ മറക്കുന്നു നിന്നെ. മറ്റൊരു ജീവിതത്തിലേക്ക് അവരെത്തുകയാണ്. ഖബറിലോ നമ്മൾ ഒറ്റക്ക്, പരലോകത്തോ വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ. എല്ലാവരും പരലോകത്ത് ഫർദ, ഒറ്റക്കൊറ്റക്കായിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുന്നു. ആരുമില്ല കൂട്ടിന്, ആരുമില്ല സഹായത്തിന്. അവിടെ സഹായം വേണോ? ദുനിയാവിൽ നന്മകളുമായിട്ട് അള്ളാഹുവെ കണ്ടുമുട്ടാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് സമയത്തും ജീവിതത്തെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതിന് റബ്ബിനോട് ദുആ ചെയ്യണം. അള്ളാഹു നമ്മൾക്ക് അവൻ്റെ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്ത തെറ്റുകൾ ഗഫൂറും റഹീമുമായ നാഥൻ നമ്മൾക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഫിർദൗസിൽ അമ്പിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ അവൻ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ലോകത്ത് പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങളെ നീ സഹായിക്കണം നാഥ. നിർഭയത്വമില്ലാത്തവർക്ക് അഭയം നൽകണം നാഥ. രോഗികൾക്ക് ശമനം നൽകണം നാഥ. മരണപ്പെട്ടവരെ ശുഹദാക്കളാക്കണം നാഥ. ശത്രുക്കളുടെ തന്ത്രത്തെ നീ പരാജയപ്പെടുത്തണം നാഥ. അള്ളാഹുവെ, നിന്നോട് മാത്രമാണ് ഞങ്ങൾക്ക് ദുആ ചെയ്യാനുള്ളത്. നീ ഞങ്ങളെ സഹായിക്കണം നാഥ. അള്ളാഹുവെ സഹായിക്കണം നാഥ. അള്ളാഹുവെ
മതപ്രബോധന രംഗത്ത് പല നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന പണ്ഡിതന്മാർക്കെതിരെ, സംഘത്തിനെതിരെ പല ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് നാഥ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണം നാഥ, ശത്രുവിൻ്റെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തണം നാഥ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ തവഫന മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.